സത്യം പറഞ്ഞാൽ ആഗ്രഹിച്ച എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുന്ന ജോലി നല്ല എൻജോയ് ചെയ്ത് ചെയ്യാനും പിന്നെ അത്യാവശ്യം നല്ല സാലറി വേണം. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കലണ്ടറിൽ റെഡ് ദിവസമൊക്കെ ലീവ് വേണം. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും ഞാൻ ഇവിടെ സെറ്റാണ്. ഹായ്, ഞാൻ മുഹമ്മദ് ഇർഫാൻ. ഞാൻ നല്ലടത്തു നിന്നാണ് വരുന്നത്. ഞാൻ പഠിച്ചത് VHSC കോഴ്സ് ആയിരുന്നു. അതെനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അങ്ങനെ പഠിച്ച് എങ്ങനെയായാലും +2 പൂർത്തിയാക്കണമല്ലോ. അങ്ങനെ ഞാൻ +2 പഠിച്ച് തോനെ കഴിഞ്ഞ് പിന്നെ +2 ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ തോനെ തെണ്ടി തിരിഞ്ഞ് നടന്ന് കമ്പനിക്കാരുടെ കൂടെ ഇങ്ങനെ തോനെ അവിടെ ഇവിടെയൊക്കെ പോയി. പിന്നെ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്നൊക്കെ ഓരോരുത്തരും ഇങ്ങനെ എന്താണ് കരിയർ സെറ്റാക്കണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ജോബ് പെട്ടെന്ന് വേണമല്ലോ. അങ്ങനെ ഞാൻ തോനെ ഇങ്ങനെ നോക്കി ലാസ്റ്റ് മൈജി എന്നുള്ളൊരു ഓപ്ഷൻ കണ്ട്. മൈജി MIT തൊണ്ടയാടിലുണ്ട് എന്നുള്ളത് കണ്ട്. അങ്ങനെ ഞാൻ അവിടെ പോയി നോക്കി കോഴ്സ് എനിക്ക് പറ്റണമാണോ എന്നുള്ളത് നോക്കി. പിന്നെ അവിടെ പോയപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ മൊബൈലിൻ്റെ ഒക്കെ ആണ്. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇതെന്താ സംഭവം എന്താന്ന് തന്നെ മനസ്സിലായില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും അറിയില്ലേ. പിന്നെ അങ്ങനെ കയറി എന്തായാലും ജോബ് അറ്റൻഡ് ചെയ്ത് നോക്കാം. ജോബ് കിട്ടുകയാണെന്ന് നല്ലൊരു ജോബാണെന്ന് തോന്നിയ ആൾക്കാർ ഇങ്ങനെ ഓരോ ഓപ്ഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ +2 വലിയ മാർക്കൊന്നും ഇല്ലേനും. അങ്ങനെ നമ്മുടെ MITയിലെത്തിയതിൻ്റെ ശേഷം ഞാൻ പഠിത്തമൊക്കെ തുടങ്ങി. അപ്പോൾ എൻ്റെ ക്യാരക്ടർ വളരെ മോശമായിരുന്നു. പിന്നെ ഞാൻ അവിടെ എത്തി. പിന്നെ ഈ സാർമാരായിട്ടൊക്കെ ബന്ധപ്പെട്ട് പഠിത്തം തുടങ്ങി. നല്ല അടിപൊളിയായിട്ട് പഠിത്തം തുടങ്ങി. പിന്നെ എൻ്റെ ക്യാരക്ടർ ഫുള്ള് മാറ്റി തന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ടീച്ചേഴ്സ് ഇവിടുത്തെ MITയിൽ ഹരി സാറ്, പിന്നെ ആര്യ മിസ്, അശ്വതി മിസ്, അങ്ങനെ തോന്നെ ടീച്ചർമാരുണ്ട്. എല്ലാവരും പേരിട്ട് പറയണമെന്നില്ല. ഓലൊക്കെ സംസാരിക്കാൻ ആദ്യം ഞാനിവിടെ വന്ന ടൈമിൽ ഞാൻ ക്ലാസ്സിലേക്കൊക്കെ കയറി ചെല്ലുമ്പോൾ സാറ് പറയും ഉണ്ണാണ്ടാ തോട്ടെന്നാണ് എണീച്ച് വരുന്നതെന്നൊക്കെ ചോദിക്കുക. അങ്ങനെ അടിപൊളി കമ്പനി, നല്ല കമ്പനിക്കാരെന്നുള്ള ലെവലിൽ സാർമാരൊക്കെ കണ്ടിന്യൂ. അങ്ങനെ സ്ട്രിക്റ്റ് അങ്ങനത്തെ ഇതൊന്നും ഇല്ല. പഠിത്തത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ലേനും. ഇവിടെ വന്ന ടൈമിൽ ഇവിടുത്തെ മിഷൻസ് ഇതൊക്കെ കണ്ടിട്ട് ഇതെന്താണ് സംഭവം എന്താണെന്നുള്ളത് ഒന്നും അറിയില്ല. പിന്നെ ടീച്ചേഴ്സൊക്കെ പഠിപ്പിച്ച് തന്ന് ഇപ്പോൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അടിപൊളിയാക്കി വർക്ക് ചെയ്യാൻ കഴിയും. നല്ല മദർ ബോർഡ്, പിന്നെ അതേമാതിരി ബോർഡ് ലെവൽ, ചിപ്പ് ലെവൽ, IC എല്ലാ വർക്കും ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യും. അങ്ങനെ നടന്ന ഞാനിപ്പോൾ ഇവിടെ മൈജിൻ്റെ തൊണ്ടയാട് HLRC ഹെഡ് ഓഫീസിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ വർക്ക് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോർമൽ ടെക്നീഷ്യന്മാർക്ക് ആർക്കും ചെയ്യാൻ കഴിയാത്തൊരു വർക്കാണ്. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കാണ് നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നത്. ഇന്ന രീതിയിലാക്കി തന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ MIT തന്നെയാണ്. ഇപ്പോൾ പ്രൊഫഷണൽ രീതിയിലാണെങ്കിലും സ്കില്ലിലാണെങ്കിലും എല്ലാം കൊണ്ടും ഇന്നാക്കി തന്നത് MIT തന്നെയാണ്.